ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് താത്കാലിക ആശ്വാസം. രാഹുലിന്റെ അറസ്റ്റ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ ഹൈക്കോടതി തടഞ്ഞു. സെഷൻസ് കോടതി വിധിയെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ ബെഞ്ചാണ് അറസ്റ്റ് തടഞ്ഞ് ഉത്തരവിട്ടത്. ആദ്യ പരാതി നൽകിയത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അറസ്റ്റ് തടയലും മുൻകൂർ ജാമ്യവും ആവശ്യപ്പെട്ട് രാഹുൽ കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത് BNS നടപടിക്രമത്തിന് വിരുദ്ധമെന്ന് രാഹുൽ കോടതിയിൽ വാദിച്ചു. യങ്ക ശ്രീവാസ്തവ കേസിലും ലളിതകുമാരി കേസിലും സുപ്രീംകോടതി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പാലിക്കാതെയാണ് അതിജീവിത പരാതി നൽകിയതെന്നാണ് രാഹുലിന്റെ വാദം. ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചെന്ന പ്രോസിക്യൂഷൻ വാദം വസ്തുതകൾ വഴിതെറ്റിക്കാനുള്ള നീക്കമെന്നും നിർബന്ധിത ഗർഭചിത്രമല്ലെന്ന് തെളിയിക്കാൻ തന്റെ പക്കൽ തെളിവുണ്ടെന്നും രാഹുലിന്റെ വാദം. FIRന്റെയോ FISന്റെയോ പകർപ്പ് രാഹുലിന് നൽകാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. വൈകിയെത്തുന്ന പരാതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രാഥമിക അന്വേഷണം നടത്തണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയതാണ്. തന്റെ കേസിൽ അതിനും പോലീസ് തയ്യാറായിട്ടില്ല. അറസ്റ്റ് ഭയമില്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാകാൻ അവസരം ലഭിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാണ്. പ്രതിയെ ഇരുമ്പഴിക്കുള്ളിലാക്കി തെളിവുകൾ ശേഖരിക്കുന്നതല്ല, കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രതിക്ക് അവസരം നൽകുന്നതാണ് പ്രായോഗികമായ കാര്യം. പിന്നീട് പ്രതി സഹകരിക്കുന്നില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കാനും കീഴ്ക്കോടതി മുമ്പാകെ കീഴടങ്ങാൻ നിർദ്ദേശിക്കാനും ഹൈക്കോടതിക്ക് അധികാരമുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. രാഹുൽ പോലീസിന് മുന്നിൽ ഹാജരാകാൻ തയ്യാറെന്ന് അഭിഭാഷകൻ S. രാജീവ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഒളിവിലല്ല, കോടതിയിൽ ഒരിക്കലും രാഹുൽ ഒളിവിലല്ല. രാഹുൽ എപ്പോഴും കോടതിയുടെ മുമ്പിലായിരുന്നു. ആന്റിസിപ്പേറ്ററി ബെയില് ജില്ലാ കോടതിയിൽ പെൻഡിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് അത് തള്ളിയപ്പോൾ ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആണ്. ഒളിവിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പ്രോസിക്യൂഷൻ നമ്മളോട് ഹാജരായി തെളിവ് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ തെളിവ് കൊടുക്കും. ഞങ്ങളുടെ കയ്യിലുള്ള കടലാസുകളൊക്കെ ഹാജരാക്കാൻ അവസരം തന്നാൽ ഹാജരാക്കും. അതേസമയം അറസ്റ്റ് നടപടി വൈകുന്നതിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി കോടതി വിധി സ്വാഭാവികമാണെന്ന് വ്യക്തമാക്കി. ഹൈക്കോടതിയുടെ മുന്നിൽ ഇദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ചെന്നിരിക്കുന്നു. അത് ഹൈക്കോടതി സ്വീകരിച്ച് ഒരു തീയതിയിലേക്ക് കേസ് കേൾക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ തന്നെ ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നൊരു രീതി. പക്ഷേ ഇവിടെ കോടതി പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഈ അറസ്റ്റ് ഇതുവരെ നടത്തരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാകാം. അത് സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യം മാത്രമാണ്. അത് കോടതിയുടെ നടപടിയുടെ ഭാഗമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഡിസംബർ 15-നാണ് രാഹുലിന്റെ ജാമ്യഹർജി പരിഗണിക്കുക. അറസ്റ്റ് തടഞ്ഞ സാഹചര്യത്തിൽ ഒളിവിലുള്ള രാഹുൽ പുറത്തുവരുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. രാഹുലിനെതിരായ രണ്ടാം പരാതിയിൽ അടുത്ത ദിവസം തന്നെ യുവതിയുടെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.